ഹലോ ഫ്രണ്ട്സ്, എൻ്റെ 5 ഡേ ഫാസ്റ്റിൻ്റെ ഫൈനൽ ഡേ ആണ്. ആക്ച്വലി ഇന്ന് ഇത്തിരി ടഫായിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബോഡി നന്നായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. പ്ലസ് ലൈക്കിനോ ബോഡി ഇച്ചിരി വീക്കാണ്. ഞാൻ ഇന്ന് ജോലിക്ക് പോയി, പക്ഷേ എനിക്ക് ഭയങ്കര വീക്കായതുകൊണ്ട് അധികം ഒന്നും എനിക്ക് ജോലിക്ക് എനിക്ക് ദേഹം അനങ്ങി ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു വീക്കാവുന്നത്. ഒത്തിരി വെള്ളം കുടിച്ചു, 2 കാപ്പി കുടിച്ചു. പക്ഷേ എനിക്ക് ബോഡി നന്നായിട്ട് ഇന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഔട്ട് ഓഫ് ദ 4 ഡേയ്സിലൊന്നും വലിയ കുഴപ്പം തോന്നിയില്ല. പക്ഷേ ഇന്ന് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പ്ലസ് ഉറക്കത്തിൻ്റെ ആണെന്നുകൊണ്ട് ബോഡിയിൽ നല്ലതായിട്ട് ടയർഡ്നെസ് വരുന്നത് ഉറക്കം ശരിയാവാത്തതുകൊണ്ടാണ്. പ്ലസ് ബോഡി നന്നായി ഡീറ്റോക്സും ചെയ്യുന്നുണ്ട്. കുടിക്കുന്ന വെള്ളമൊക്കെ ഇപ്പോൾ എനിക്ക് ഡയറിയാണ്. നന്നായിട്ട് ലൈക്ക് സ്റ്റൂൾസ് പോകുന്ന പോലും വാട്ടറി ആയിട്ട് പോകുന്ന ബ്ലാക്ക് സ്റ്റൂൾസാണ്, വാട്ടറി സ്റ്റൂൾസാണ്. അപ്പോൾ അത് വേറൊരു കാര്യമാണ്, ഒത്തിരി ഡീറ്റോക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒത്തിരി യൂറിനേറ്റും ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. ഞാൻ ഓൾറെഡി 3 ഡേ ഫാസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയും പ്രശ്നമില്ല. 5 ഡേ ഫാസ്റ്റ് ഞാൻ ആക്ച്വലി ചെയ്ത് ആദ്യമായിട്ടാണ്. ഓവറോൾ ഇറ്റ്സ് ഓക്കെ, എക്സെപ്റ്റ് ടുഡേ വാസ് എ ടഫസ്റ്റ് ഡേ. ഇനി എനിക്കൊരു 3 ഹവേഴ്സും കൂടെ ഫിനിഷ് ചെയ്യാനുണ്ട്. ഞാനത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ലിക്വിഡ് ഡയറ്റിലോട്ട് പോകാനായിട്ടുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. ഞാനതിന് പ്രെപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുകളിൽ നിങ്ങൾക്കൊരു അപ്ഡേറ്റ് തരാമെന്നുള്ള വിചാരത്തിലാണ്. എന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് 5 ഡേ ഫാസ്റ്റ് ചെയ്യുന്നതും കൂടെ ഞാൻ പറയാം. 5 ഡേ ഫാസ്റ്റ് ആക്ച്വലി ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റെം സെൽ റീജനറേഷൻ. നമ്മുടെ പഴയ സെല്ലുകളിനെ ആക്ച്വലി പുതിയ സെല്ല് ഈറ്റ് ചെയ്യും. അതിനെ ഓട്ടോഫജി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഹോൾ ബോഡി റീസെറ്റ് ചെയ്യും. നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഒത്തിരി വാട്ടർ ലോസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലെ സ്കിന്നൊക്കെ ഇത്തിരി ഒന്ന് ചുരുങ്ങിയിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഐ ഫീൽ ഫൈൻ. എനിക്കങ്ങനെ ലൈക്കിനോ ഡിസിനെസ് സ്പെൽസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഓവറോൾ എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് എന്തായതെന്ന് വെച്ചാൽ, എൻ്റെ ഷുഗർ ആക്ച്വലി ഇറ്റ്സ് ബീൻ 79 വരെ വന്നു ബിലോ. അപ്പോൾ അതൊരു ആ ലെവലിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ലാസ്റ്റ് 2 ഡേയ്സിൽ എൻ്റെ ഷുഗർ 1 സ്ട്രെയിറ്റ് ലൈനായിട്ട് നിൽക്കുക. അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. കാരണം എൻ്റെ ബോഡിയിലെ ബ്ലഡ് ഷുഗറിനെ ഞാൻ റീസെറ്റ് ചെയ്തു. അപ്പോൾ ബ്ലഡ് ഷുഗറിനെ റീസെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കഴിച്ച ഉടനടി തന്നെ ബ്ലഡ് ഷുഗർ 200 ഒക്കെ മേളിൽ പോകുമായിരുന്നു. ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഫ്ലാറ്റായിട്ടിരിക്കുക. ഞാൻ വെള്ളം മാത്രമാണ് കുടിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ കഴിച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാം. പക്ഷേ ഞാൻ ചാടിക്കയറി ഒന്നും സോളിഡ് കഴിക്കാൻ പോകുന്നില്ല. ഞാൻ ആക്ച്വലി ലിക്വിഡ് ഡയറ്റ് പോയിട്ട് പിന്നെ പതുക്കെ പതുക്കെ ആഡ് ചെയ്യത്തുള്ളൂ. സോ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. എന്നെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരെങ്കിലും ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി, ബട്ട് ഡോണ്ട് ജമ്പ് ഇൻ ടു 5 ഡേ ഫാസ്റ്റിംഗ്. ടേം യുവർ സെൽഫ്. 12 അവർ ഫാസ്റ്റിംഗ് തുടങ്ങി. ഞാൻ 5 ഇയർ ആയിട്ട് ഫാസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കിത് പ്രശ്നമില്ല. സോ ഫോളോ മീ. താങ്ക് യു.